നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കാനാ കെവിനെ വിളിച്ചു വരുത്തിയത്. കെവിനും ഷാരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഷാരിക ഇവിടെ പറഞ്ഞു. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. രണ്ട് വിശ്വാസങ്ങൾ എന്നത് കണക്കിലെടുത്തില്ല. പക്ഷേ പ്രായത്തിന്റെ വലിയ അന്തരം, സാമ്പത്തിക സാമൂഹ്യ വ്യത്യാസം, അതൊക്കെ പ്രശ്നമായി തന്നെ നിന്നു. അല്ല, കെവിന് എത്ര വയസ്സുണ്ട്? അല്ല അത് അമ്മേ, ഇനി അതൊന്നും ചോദിക്കണ്ട. ഷാരിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് 100% ഉറപ്പിച്ചിട്ടാണോ കെവിൻ നിൽക്കുന്നത്? ആ അതെ. നിന്നോട് ചോദിച്ചില്ല. അതെ, ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ നിന്റെ അഭിപ്രായം വേണ്ട. പിന്നെ എന്റെ അഭിപ്രായം കേട്ടിട്ടല്ലേ കെവിനേട്ടനെ വിളിച്ചു വരുത്തിയേ? നിർത്തടി. പഠിക്കേണ്ട പ്രായത്തിൽ പ്രേമിച്ച് നടന്നിട്ട് ധിക്കാരത്തോടെ സംസാരിക്കുന്ന കണ്ടില്ലേ? കെവിൻ ചെയ്തത് ശരിയാണെന്ന് കെവിന് തോന്നുന്നുണ്ടോ? ചേച്ചി, കെവിനേട്ടനെ കുറ്റപ്പെടുത്തരുത്. എന്നെ എന്തു വേണേലും പറഞ്ഞോ, പക്ഷെ കെവിനേട്ടൻ വിഷമിച്ചാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കണ്ടോ കണ്ടോ, അവള് പറയുന്ന കണ്ടോ? പിന്നെ എന്താ ഇത്, ഒരാളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ടെൻഷൻ ആക്കുവാണോ? വിളിപ്പിച്ച കാര്യം പറഞ്ഞ പോരെ? കെവിൻ എന്താ ഒന്നും പറയാത്തത്? നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതും പ്രേമിച്ചതും കറങ്ങി നടന്നതുമൊക്കെ എന്തുദ്ദേശത്തിലായിരുന്നു? ഇവളെ താലി കെട്ടി കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചിട്ടാണോ പ്രേമിച്ചത്? അല്ല കെവിനേട്ടാ. അതെ. എന്നാ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ, നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.